ഇങ്ങോട്ട് വാ. നാനുകുട്ടാ ഇങ്ങ് വാ. ആ നാണപ്പൻ. അച്ഛൻ്റെ പേര് നാണപ്പൻ. ഇവൻ്റെ ചേച്ചി ചിന്നമ്മയാണ്. ചിന്നമ്മൂ എന്നാണ് അവളെ വിളിക്കുന്നത്. ഇവിടെ നാണുക്കുട്ടൻ. ഇവൻ്റെ പേര് വിജയരാഘവല്ലേ, വീരു. ആ വീട്ടിൽ ഇവൻ്റെ പേര് അധീന്ദ്ര രാഘവൻ. ആരാന്ന് മനസ്സിലായ? ചിന്നമ്മു. ഒരുക്കം ഇതൊക്കെയാണ്. ഇന്നൊന്നും ഒരുക്കം കുറവല്ലേ? ഇത് കുറവല്ലേ? ഇതൊന്നും അല്ല. തവണത്തെ ഓണക്കാലം അങ്ങനെ വീട്ടിൽ അവാർഡ് കയറിയ ദേശീയ അവാർഡ് എത്തിയ വീട്ടിൽ വളരെ സജീവമായി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ ഈ അവാർഡ് ഡിക്ലറേഷനൊക്കെ? അല്ല, ഇവിടെ പറയുന്നത് അറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യു കെയിൽ നിന്ന് വന്നതാണ് മൂത്ത മകനും. യു കെയിലാ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവിടെയായിരുന്നു. അന്നാണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് കിട്ടി. അത് ഇവരുള്ളപ്പോഴാണ്. ഇവരിപ്പോൾ ഇവിടെ വന്നു, യു കെ ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നു. ഞാൻ വരുന്നതുകൊണ്ട് ഇവളുടെ സാമീപ്യം ഉണ്ടെങ്കിലാണെന്നാണ് ഇവര് പറയുന്നത്. അല്ല, പ്രത്യേകിച്ച് സിനിമക്കാർക്ക് അതിലൊക്കെ വലിയ വിശ്വാസമാണ് കേട്ടോ. എനിക്കല്ല വിശ്വാസമില്ല. എനിക്ക് എൻ്റെ അഭിനയത്തിനെ പറ്റി എന്തൊരു ആത്മവിശ്വാസം ഉണ്ടാ, അതൊന്നും തകർക്കാൻ പറ്റില്ല. പിന്നെ കുടുംബത്തിൽ കേൾക്കുന്ന ഒരു രസമാണ് അതിൻ്റെ ഒരു. ഓക്കെ. പിന്നെ മൂത്ത മകൻ ജിനദേവൻ, നേരത്തെ പറഞ്ഞു, ഇത് രാഖി. ഇവർ രണ്ടുപേരും യു കെയിലാണ്. അവൻ്റെ മൂത്ത മകൻ അദ്രിത്തും രണ്ടാമത്തെ വീരു. ഇത് ചിന്നമ്മൂൻ്റെ അമ്മയാണ്. രണ്ടാമത്തെ മോൻ്റെ മൂത്ത മകൻ ശ്രുതി. ഇവളാണ്. ഇപ്പം ഇവനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കമ്പി സിമെന്റ് ഒക്കെ ഇവിടെ. അപ്പൊ അത് വിട്ടിട്ടാ പുള്ളി പോയത്. അപ്പൊ അത് അനിയത്തിയാണ്. ഇപ്പൊ അവളാ നോക്കുന്നത്. അവള് രണ്ട് പിള്ളേരെ വെച്ചിട്ട് വേണം നോക്കാൻ. വീട്ടിലെ ഏറ്റവും ഇളയ ചട്ടമ്പിയാണ്. ഏറ്റവും ഇളയ സാധനം നാണു. ഒറ്റ വികാരം. വിളിച്ചേട്ടോ ചിന്നമ്മു, ചട്ടമ്പി നാണു കേക്കണ്ട, അവക്കിട്ട് കൊടുക്കുവാണെങ്കിൽ. അതുപോലെ ഏതോ എനിക്ക് സിനിമ കണ്ടാ തോന്നുന്നു. അതെ, സിനിമ കണ്ട ആൾക്കാർക്ക് വഴിതെറ്റുമെന്ന് പറയുന്നില്ല. നാണു ഏതോ ഈ പറഞ്ഞ കാർട്ടൂണൊക്കെ കാണുക, അതൊക്കെ അടിക്കുക തൊഴിക്കുക. ശിവ കണ്ടിട്ടാ? അച്ചച്ചയുടെ ശിവ. അതാണ് നാണുവിന് കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു വലിയ ഭാഗ്യമല്ലേ ഈ പിള്ളേരൊക്കെ അടുത്തുള്ളത്. പിന്നെ ഇവരൊക്കെ ഇല്ലാത്തപ്പോ വിഷമാ. പക്ഷെ ഇവരോട് ഞാൻ പറയാറില്ലെന്നും അങ്ങനെ. ഇനി ഓട്ടത്തിനിടയിൽ അല്ലേ? അല്ല, അവർക്ക് അവരുടേതായ ജീവിതം. പിന്നെ ഇളയവൻ്റെ അവനിപ്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവനിപ്പം സിനിമയിലാണ്. ഇപ്പം പുള്ളി സിനിമ ദുൽഖറിന്റെ കമ്പനി ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂഷൻ, വേഫെയർ. ഇപ്പൊ കൊച്ചിയിലാണ് അതിന്റെ ഓഫീസും കാര്യങ്ങളും. പുള്ളി ഇവിടെ കാണുകയാണ്. അപ്പൊ എന്നാ അങ്ങനെ പറയാം കേട്ടോ. കൊച്ചിയല്ല, എറണാകുളമാണ്. തിരുത്തി. ഇടയ്ക്ക് എറണാകുളത്ത് പോവാന്ന് പറയാം. അച്ഛൻ്റെ കൂടെ ഷൂട്ടിങ് കാണാൻ ആരൊക്കെ പോയിട്ടുണ്ട് ഇതില്? ഏതായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ ഈ വെക്കേഷൻ വന്നപ്പോഴോ? ഈ വെക്കേഷൻ വന്നപ്പോ പോയി പള്ളിച്ചട്ടമ്പി, തൊടുപുഴയല്ലേ? ഓക്കെ. ചിന്നമ്മ പോയിട്ടുണ്ടോ? ആദ്യം കൊണ്ടുപോയത് എന്റെ കുട്ടിയുടെ കഷ്ടമല്ല. എത്ര ഇവളാണ് ആദ്യം വന്നത്. ചിന്നമ്മൂന് ഓർമ്മയില്ല. അപ്പോ മനസ്സിലാവുന്നില്ല. അപ്പം നിനക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് ചിന്നമ്മൂനെ ഒന്ന് കൊണ്ടുപോകണം ഇനിയിപ്പോ, അല്ലേ?
ഇവിടെയാണ് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം. അതിപ്പോഴും ഞാനങ്ങനെ വെച്ചിരിക്കുക. ഇപ്പം എന്താണെന്നറിയോ, അച്ഛൻ്റെ പേരിൽ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇവിടെ പയ്യന്നൂർ അടുത്തൊരു സ്ഥലം മാണിയാട്ട്, അവിടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ വലിയ നാടകോത്സവം നടത്തും. എല്ലാ വർഷവും നവംബർ 14 തുടങ്ങും 23 വരെ. അതോ ഗംഭീരമായ പരിപാടി, ഒരു 10,000-4,000-5,000 പേര് കാണും എല്ലാ ദിവസവും. അപ്പോൾ അവസാനത്തെ ദിവസം 10,000-6,000 പേര് കാണും. അപ്പം അന്ന് ആരെങ്കിലും സിനിമക്കാരും കാണും. ഞാൻ എല്ലാ വർഷം പോവും. അപ്പോൾ അവിടെ ഈ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ സദ്യ. ആ ഗ്രാമം നമുക്ക് അത്ഭുതം തോന്നും. മധുസാർ അവിടേക്ക് വന്നു ഗസ്റ്റായിട്ട്. അദ്ദേഹം 3 ദിവസം അവിടെ താമസിച്ചു നാടകം കാണാൻ. നാട്ടുകാരുടെ കൂടെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കസേരയിലിരുന്ന് നാടകം കണ്ടു. അതൊരു പ്രത്യേക അനുഭവം. ഇപ്പോൾ തുടങ്ങിയിട്ട് 10 വർഷം, ഇപ്പോൾ 11ാമത്തെ വർഷം. അവർ 5 വർഷം കഴിഞ്ഞപ്പം ഒരു 3 നില കെട്ടിടം പണിതാണ്, എൻപിള്ള സ്മാരക മന്ദിരം. ഏറ്റവും താഴെ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അതിൻ്റെ മേലെ ഈ ഓഫീസ്, പിന്നെ അതിന് ഏറ്റവും മേലെ നാടക റിഹേഴ്സലുള്ള സ്പേസ്. അത് അച്ഛൻ ജനിച്ച നാട്ടിലില്ല. അപ്പം അത്ര അച്ഛനെ സ്നേഹിക്കുന്ന ഞാൻ പറഞ്ഞ നാടകം എന്നുള്ള രീതിയിൽ മുമ്പേ പറഞ്ഞത് 500 അതല്ല. അപ്പം അങ്ങനെ അച്ഛനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കേരളമാകെയുണ്ട്. മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ തരത്തിലേക്കൊക്കെയുള്ള ഇഷ്ടവും അത് പല രൂപത്തിലിങ്ങനെ നമ്മളുമായി പങ്കുവെക്കുമല്ലോ. അതിപ്പം എനിക്കൊന്ന് കുട്ടേട്ടൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് പറയാറുണ്ടാവും അല്ലേ ആളുകൾ. പിന്നെ 10-90 വയസ്സുള്ള ആൾക്കാർക്ക് ഈ നാടകം കണ്ടവരൊക്കെ ഇപ്പോഴും ഡയലോഗ് ഓർത്തിരിക്കും. അതൊരു വലിയ സംഭവമല്ലേ. ഇപ്പോൾ സിനിമയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണും, ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാണ്. അതെ, ഒന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അത് അച്ഛനെ പറ്റി ഡോക്യുമെന്റ് ചെയ്തതെന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഏതായാലും ചേച്ചി ഇതിനിടയിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ചേച്ചിയോ ഇങ്ങനെ അല്ല, ചേച്ചി പൊതുവെ സൈലന്റ് ആണ്. ചേച്ചിയും ഈ മൂത്ത അവനും അതെ, അങ്ങനെ അമ്മയുടെ മകൻ എന്ന് പറയുന്ന തരത്തിലാണ് വലിയ പ്രകടിപ്പിക്കലൊന്നുമില്ല. സ്നേഹമാണെങ്കിൽ പോലും ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ പ്രകടിപ്പിക്കേണ്ടതാ ഇതൊക്കെ. അത് ചേട്ടൻ അതുകൊണ്ട് ഗുണമുണ്ടെന്ന്. ചേട്ടൻ ഈ വികാരം ഇങ്ങനെ പ്രകടിപ്പിക്കലാണല്ലോ ജോലി, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അല്ലാത്തത്. അത് ചേട്ടൻ്റെ ജോലി. ഇരുന്നാണ് ചെല്ല്, കൈ കാണിച്ചു, നമുക്കത്ര വിശ്വാസം പോരാ. ചെയ്തു. പിടിച്ചോണം കേട്ടോടി, പുറകെ കൂടെ അവനെ പിടിച്ചോ, ഒരു കൈ അപ്പുറത്തെ കൈ ഉണ്ട്. മുന്നോട്ട് പോവല്ലേ, ആട്ടണ്ട അവൻ ചിലപ്പോൾ ചാടി ഇറങ്ങും. ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. സിനിമയിൽ ഞാൻ എങ്ങും പോകില്ല, ഇവിടെ തന്നെ കാണും. വീട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തിരിച്ച് ഇവിടേക്ക് തന്നെ കഴിയുന്ന ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അതല്ലേ നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന സമയമുണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് സുഖമാകുക. ഓക്കെ, അല്ലാത്തപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയം. അതെ, ഇത്തവണത്തെ ഞങ്ങളുടെ വലിയ സന്തോഷമുള്ള ഓണം എല്ലാവരും ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ആ സന്തോഷം ഞങ്ങൾക്കും ഒക്കെ കിട്ടി, കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടി. ഈ ഓണക്കാലത്ത് അത് പ്രേക്ഷകരിലേക്കും എത്തി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. പേടി പോയോ? ഹാപ്പി ഓണം. പോരാ, കുറച്ചുകൂടെ ഹാപ്പി ഓണം നീ പറഞ്ഞേ. ഇവിടെ നാണു ബാ, പോയി ഇവിടെ മോനെ ബാ. അപ്പം അപ്പൂപ്പൻ്റെ കൂടെ എല്ലാവരും, അച്ചച്ചൻ അല്ലേ, അച്ചച്ചൻ്റെ കൂടെ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇതാണ് കേട്ടോ നിങ്ങളുടെ ഓണം. ഓണമാണ്, ഓണപ്പായസം. ഓണപ്പായസം ആദ്യമായിട്ട്
താങ്ക് യു. നാണുക്കുട്ടന് ഇനി നാണുവിന്. നാണുക്കുട്ടൻ എന്നാ ചൂട് 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 അമ്മ 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 ചൂട് ചൂടാ നോക്കടി. അടുത്ത പായസം നിനക്ക് അല്ല ചിന്നമ്മു. അടുത്ത പായസം അടുത്ത നിനക്ക്. യെസ്, ഓരോ പ്രായം അനുസരിച്ചല്ലേ അല്ലേ? ചൂട് അത്ര ചൂടില്ല, അത്ര ചൂടില്ല. പിടിച്ചോ പിടിച്ചോ. അവനെ പിടിക്കാം. പ്രായം അനുസരിച്ച് കേട്ടോ. നീ ആർക്കാ? എൻ്റെ മോൻ. അതെ, എൻ്റെ മോൻ. ഓ മോനെ, അപ്പം എന്താ വീട്ടിൽ വിളിക്കുന്നത് എന്തുവാ? മോനെ വീട്ടിൽ വിളിക്കുന്നത്? മോനെ ഞാനോ? ആ, ജിനു. ജിനു. അതെ ഇതെൻ്റെ പായസം. ഓക്കെ. ഈ വിഷമിച്ചാണല്ലോ. തന്നത്താ ഉണ്ടാക്കിയതായോണ്ട് അല്ലേ? നോക്കട്ടെ. നല്ല പായസം. നല്ല പായസം. ആ അവനെ വേണ്ട. കണ്ടോ? നാണു ഇവിടെ വാ വിളിക്കുന്നത്. നാണു തരട്ടെ. അവന് ഫുള്ള് കണ്ടാ മതി. ചിന്നമനു ഞാൻ നിനക്കാ? ഇനി ജിനു അല്ലേ? ജിനു അത് ആ ഒരാളൂടെ മിസ്സായി പോയി അല്ലേ? അയ്യോ ആ ദീദി ഇല്ലായിരുന്നു. ഇത് കൊടുക്കാൻ വാ. അവർക്ക് ഞാൻ കൊടുത്തല്ലോ.